രോഗങ്ങളും അവയുടെ അപരനാമങ്ങളുമാണ് നമ്മളിന്ന് നോക്കുന്നത്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം സ്കർവിയാണ്. എന്താണ്? നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം സ്കർവിയാണ്. ക്രിസ്മസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ ആണ്. ക്രൂസ്ഫെൽഡ് ജേക്കബ് രോഗത്തിൻ്റെ മറ്റൊരു പേരാണ് ഭ്രാന്തിപ്പശു രോഗം. എന്താണ്? ക്രൂസ്ഫെൽഡ് ജേക്കബ് രോഗത്തിൻ്റെ മറ്റൊരു പേരാണ് ഭ്രാന്തിപ്പശു രോഗം. ബ്ലാക്ക് വാട്ടർ ഫീവറാണ് മലേറിയ. ബ്ലാക്ക് ജോണ്ടിസ് എലിപ്പനി. അമേരിക്കൻ പ്ലേഗ് എന്താണ്? യെല്ലോ ഫീവറാണ് അമേരിക്കൻ പ്ലേഗ്. രക്താർബുദത്തിൻ്റെ വൈദ്യശാസ്ത്ര നാമം ലുക്കീമിയ എന്നാണ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. ഗോയിറ്ററിൻ്റെ മറ്റൊരു പേര് ഗ്രേവ്സ് രോഗം എന്നാണ്. അപ്പം നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാ? സ്കർവിയാണ്. ക്രിസ്മസ് ഡിസീസ് ഹീമോഫീലിയ. ക്രൂസ്ഫെൽഡ് ജേക്കബ് രോഗത്തിൻ്റെ മറ്റൊരു പേരാണ് ഭ്രാന്തിപ്പശു രോഗം. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത് മലേറിയയാണ്. ബ്ലാക്ക് ജോണ്ടിസ് എന്നറിയപ്പെടുന്നത് എന്താണ്? എലിപ്പനിയാണ്. അമേരിക്കൻ പ്ലേഗ് എന്നറിയപ്പെടുന്നത് യെല്ലോ ഫീവറാണ്. രക്താർബുദത്തിൻ്റെ വൈദ്യശാസ്ത്ര നാമമാണ് ലുക്കീമിയ. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്താണ്? ക്ഷയമാണ്. ഗോയിറ്ററിൻ്റെ മറ്റൊരു പേരാണ് ഗ്രേവ്സ് രോഗം. ഡാൾട്ടണിസം എന്നറിയപ്പെടുന്ന രോഗം വർണ്ണാന്ധതയാണ്. എന്താണ്? ഡാൾട്ടണിസം എന്നറിയപ്പെടുന്ന രോഗം വർണ്ണാന്ധതയാണ്. തൊണ്ടമുള്ള എന്നറിയപ്പെടുന്നത് ഡിഫ്തീരിയയാണ്. തൊണ്ടമുള്ള. പിങ്ക് ഐ എന്നറിയപ്പെടുന്ന രോഗം കൺജക്റ്റിവിറ്റീസ് ആണ്. ഓഗസ്റ്റ് ഫീവർ എന്നറിയപ്പെടുന്നത് ഇൻഫ്ലുവൻസ രോഗമാണ്. ഗൾസ് രോഗം എന്നറിയപ്പെടുന്നത് എന്താണ്? മിക്സഡിമയാണ്. പറങ്കിപ്പുണ്ണ് എന്നറിയപ്പെടുന്നത് സിഫിലിസ് ആണ്. പിള്ളവാതം എന്നറിയപ്പെടുന്ന രോഗം പോളിയോ ആണ്. ബ്ലീഡേഴ്സ് രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ. ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്നത് കോളറ. ഒട്ടകപ്പനി എന്നറിയപ്പെടുന്നത് എന്താ? മെർസ് രോഗമാണ് ഒട്ടകപ്പനി എന്നറിയപ്പെടുന്നത്. കാണിക്കോള ഫീവർ എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ്. കാണിക്കോള ഫീവർ എലിപ്പനി. ഡാൾട്ടണിസം എന്നറിയപ്പെടുന്നത് വർണ്ണാന്ധതയാണ്. തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗം ഡിഫ്തീരിയ ആണ്. പിങ്ക് ഐ എന്നറിയപ്പെടുന്നത് എന്താ? കൺജക്റ്റിവൈറ്റീസ് ആണ്. ഓഗസ്റ്റ് ഫീവർ എന്നറിയപ്പെടുന്നത് ഇൻഫ്ലുവൻസ. ഗൾസ് രോഗം മിക്സഡിമയ്ക്ക് പറയുന്ന പേരാണ്. പറങ്കിപ്പുണ്ണ് എന്താണ്? സിഫിലിസ്. പിള്ളവാതം എന്ന അപരനാമമുള്ളത് പോളിയോയ്ക്കാണ്. ബ്ലീഡേഴ്സ് രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയയാണ്. ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്നത് എന്താണ്? കോളറയാണ്. ഒട്ടകപ്പനി എന്നറിയപ്പെടുന്നത് മെർസാണ്. കാണിക്കോള ഫീവർ എന്നറിയപ്പെടുന്നത് എന്താണ്? എലിപ്പനിയാണ്. സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്നത് അൽഷിമേഴ്സ് ആണ്. സ്മൃതിനാശ രോഗം. ഹാൻസൺസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠമാണ്. പെർട്ടൂസിസ് എന്നറിയപ്പെടുന്നത് എന്താണ്? വില്ലൻ ചുമയാണ്. ഹ്രസ്വദൃഷ്ടിയുടെ വൈദ്യശാസ്ത്ര നാമമാണ് മയോപ്പിയ. എന്താണ്? ഹ്രസ്വദൃഷ്ടിയുടെ വൈദ്യശാസ്ത്ര നാമമാണ് മയോപ്പിയ. ത്രിദോഷങ്ങൾ എന്നറിയപ്പെടുന്നത് വാതം, കഫം, പിത്തം. ഇവ മൂന്നുമാണ് ത്രിദോഷങ്ങൾ എന്നറിയപ്പെടുന്നത്. രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയയാണ്. രാജകീയ രോഗം ഹീമോഫീലിയയാണ്. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് എന്താണ്? പ്ലേഗാണ്. കുതിരസന്നി എന്നറിയപ്പെടുന്നത് ടെറ്റനസ് രോഗമാണ്. സന്നിപാത ജ്വരം എന്നറിയപ്പെടുന്നത് ടൈഫോയിഡാണ്. ബ്രെയിൻ അറ്റാക്ക് എന്നറിയപ്പെടുന്നത് എന്താണ്? സ്ട്രോക്കാണ്. മെലിഞ്ഞ രോഗം എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ്. വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. അപ്പം സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്നത് എന്താണ്? അൽഷിമേഴ്സ് ആണ്. ഹാൻസൺസ് രോഗം കുഷ്ഠമാണ്. പെർട്ടൂസിസ് ആണ് വില്ലൻ ചുമ. ഹ്രസ്വദൃഷ്ടിയുടെ വൈദ്യശാസ്ത്ര നാമമാണ് മയോപ്പിയ. ത്രിദോഷങ്ങൾ എന്നറിയപ്പെടുന്നത് വാതം, കഫം, പിത്തം. അതുപോലെ തന്നെ രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് എന്താണ്? ഹീമോഫീലിയയാണ്. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗാണ്. കുതിരസന്നി എന്നറിയപ്പെടുന്നത് എന്താണ്? ടെറ്റനസ് ആണ്. സന്നിപാത ജ്വരം എന്നറിയപ്പെടുന്നത് ടൈഫോയിഡാണ്. ബ്രെയിൻ അറ്റാക്ക് എന്നറിയപ്പെടുന്നത് എന്താണ്? സ്ട്രോക്കാണ്. മെലിഞ്ഞ രോഗം എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ്. വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. അപ്പോൾ ഇത്രയും എന്താണ്? രോഗങ്ങളും അവയുടെ അപരനാമങ്ങളും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. കേട്ട് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കാൻ ശ്രമിക്കുക.